5-ാം തീയതി മുതൽ NGO അസോസിയേഷൻകാർ കൊടുത്തിട്ടുള്ള കത്തുകളാണല്ലോ ട്രാൻസ്ഫറിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികൾ ഉപയോഗിച്ചത്. അവരെ സമ്മർദ്ദത്തിലാക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. സർക്കാർ മാറി. ഇപ്പോൾ ദീപാലേഖയുടെ കാര്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ പറഞ്ഞു അവർ അപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റിയിട്ട് ചികിത്സയിലാണല്ലോ, 4 മാസമേ ആ സ്റ്റേഷനിലായുള്ളൂ. അപ്പോൾ തൽക്കാലം അവരെ തുടരാൻ അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ NGO അസോസിയേഷൻ നേതാക്കൾ DMO ഓഫീസിൽ പോയി പറഞ്ഞത്, ഭരണം മാറിയാൽ ഒരു ട്രാൻസ്ഫർ വേണ്ടേ? അത് മുഖ്യമന്ത്രി ഭരണകക്ഷി സംഘടനയുടെ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. ട്രാൻസ്ഫർ നടത്തും, കരുതി വെച്ചോ. അതൊരു ഭീഷണിയുടെ സ്വരവും ഉണ്ട്, ട്രാൻസ്ഫർ നടത്തുമെന്നുള്ള പ്രഖ്യാപനവും ഉണ്ട്. ട്രാൻസ്ഫറൊക്കെ നടത്തുന്നത് ഇതിനു മുമ്പുള്ള സർക്കാരുകൾ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പക്ഷേ ഒരു മാനദണ്ഡം വേണം. അല്ലാതെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു സർവീസിലിരിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ജൂൺ മാസം പിറന്നതിന് ശേഷം കുട്ടികളെല്ലാം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി പഠിക്കാൻ പോകുന്നത് ആരംഭിച്ചതോടെ അവർ ഒരിടത്ത് ജീവിതം ആരംഭിച്ചിട്ടുണ്ട്, സ്കൂളിൽ കുട്ടികളെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തലങ്ങും വിലങ്ങുമുള്ള ട്രാൻസ്ഫർ എല്ലാവരെയും ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ ഒരു മരണത്തിനും മറ്റൊരാൾ കാർഡിയാക്ക് രോഗം വരാനും ഇടവന്നത്. ചിത്രരചനയിൽ അതീവ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ അതിൽ പ്രാവീണ്യം നേടാനും കലാവാസനയെ കരിയറാക്കി മാറ്റാനും ഇതാ ഒരു സുവർണാവസരം. 93 വർഷത്തെ കലാപാരമ്പര്യമുള്ള ആയിരക്കണക്കിന് കലാകാരന്മാരെ വാർത്തെടുത്ത തലശ്ശേരിയിലെ കേരള സ്കൂൾ ഓഫ് ആർട്സിൽ KGCE ഇൻ ഫൈനാൻസ് ആൻഡ് ആനിമേഷന്റെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു. ഗ്രാഫിക് ഡിസൈനർ, ഇല്ലസ്ട്രേറ്റർ, സ്റ്റോറി ബോർഡ് ആർട്ടിസ്റ്റ്, കൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്നിങ്ങനെ നിരവധി കരിയർ സ്ട്രീമുകളിലും ഫിലിം ഇൻഡസ്ട്രി, ആനിമേഷൻ ഇൻഡസ്ട്രി മുതലായ മേഖലകളിലും ജോലി നേടാൻ സഹായിക്കുന്ന പ്രായോഗിക പരിശീലനം, പരിചയസമ്പന്നരായ അധ്യാപകർ, ബൃഹത്തായ ലൈബ്രറി, പ്രശസ്ത കലാകാരന്മാരുടെ ഡെമോൺസ്ട്രേഷനുകൾ, കലാചരിത്ര ക്ലാസുകൾ, പഠനയാത്രകൾ, കലാപ്രദർശനങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9946322814 or 9744588698. കലാവാസനയെ കരിയറാക്കി മാറ്റാൻ കേരള സ്കൂൾ ഓഫ് ആർട്സ്, തലശ്ശേരി.